ഹായ് സുഹൃത്തുക്കളെ, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റ് പേഴമൂട് ദേവക്ഷേത്രത്തിലാണ്. ഇന്നിവിടെ മഹത്തായ പൊങ്കാല മഹോത്സവം നടക്കുകയാണ്. പൊങ്കാലയോടനുബന്ധിച്ച് തന്നെ ഉത്സവവും അതുപോലെ സദ്യയൊക്കെ നടക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും ആ പൊങ്കാല വിശേഷങ്ങളും നമുക്ക് കാണാം. നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. അതുകൊണ്ട് അച്ഛനെ ആ നരകത്തിലിടരുത്. ഇന്ന് രക്ഷിക്കണം മകനെ, നീ വിവാഹം കഴിക്കണം. സാർ, ഞാൻ പറഞ്ഞില്ലേ, എല്ലായ്പ്പോഴും ഈശ്വര സ്മരണയോടുകൂടി മരത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ തന്നെ നല്ലൊരു കുറ്റിയാണെന്ന് വിചാരിച്ചിട്ട്, കൊറ്റിയല്ല കുറ്റി ആണെന്ന് വിചാരിച്ചിട്ട് മൃഗങ്ങളൊക്കെ വന്ന് ശരീരം ഇട്ട് ഉരയ്ക്കാൻ തുടങ്ങി. അതെനിക്ക് ചൊറിച്ചിൽ വരുമ്പോൾ ഈ മനുഷ്യന്റെ ദേഹത്താണ് കൊണ്ടിട്ട് ഉരയ്ക്കുന്നത്. ബാഹ്യമായിട്ടുള്ള രോഗാണുക്കളൊക്കെ ഇല്ലാതാകും. അപ്പോൾ ആന്തരികമായിട്ടും ശ്രദ്ധയുണ്ടാകും. അങ്ങനെയെങ്കിൽ ആയുസ് വർദ്ധിക്കും. അതാണ് മൃത്യുജപത്തിന്റെ ഏറ്റവും ഫലം എന്ന് പറയുന്നത്. ചിലര് രോഗങ്ങളുണ്ടെങ്കിൽ എന്റെ ജീവനം കെടുത്താൽ മതി ഭഗവാൻ എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് രോഗങ്ങളൊന്നുമില്ലാതെ ബന്ധുമിത്രാദികളോടുകൂടി എല്ലായ്പ്പോഴും ആനന്ദം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകും മൃത്യുജഹമനത്തിൽ പങ്കെടുത്താൽ. അതിന് പേര് നക്ഷത്രം കൊടുക്കും.